സന്ദീപ് വാര്യർ താമര നിലത്തിട്ട് കോൺഗ്രസിന് കൈകൊടുത്തതിന് പിന്നാലെ ബി.ജെ.പി. പാളയത്തിൽ നിന്ന് കൂടുതൽ പേരെ തങ്ങളുടെ ക്യാമ്പിലെത്തിക്കാനാണ് വി.ഡി. സതീശനും ഷാഫി പറമ്പിലും ഉൾപ്പെടെയുള്ള നേതാക്കളുടെ ശ്രമം. പാലക്കാട് നഗരസഭയിലെ ചില അംഗങ്ങൾ യു.ഡി.എഫിനൊപ്പം ചേർന്നേക്കുമെന്നാണ് അഭ്യൂഹം. ചില കൗൺസിലർമാരുമായി കോൺഗ്രസ് നേതൃത്വം ചർച്ച നടത്തുന്നുമുണ്ട്. സന്ദീപിന്റെ കളംമാറ്റം പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ കോൺഗ്രസിന് വലിയ നേട്ടമുണ്ടാക്കില്ലെന്ന് ബി.ജെ.പി. വിശ്വസിക്കുന്നുണ്ട്. RSS നിയോഗിച്ച പ്രതിനിധികൾ ബി.ജെ.പിയുടെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനം ചിട്ടയായി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെന്നും അതൃപ്തരുമായി ചർച്ച നടത്തുന്നുണ്ടെന്നും നേതാക്കൾ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. ദേശീയ സംസ്ഥാന നേതാക്കളുടെ കൂട്ടവരവില്ലാത്തത് ബി.ജെ.പിയുടെ തന്ത്രത്തിന്റെ ഭാഗമാണെന്നാണ് ഇവർ പറയുന്നത്. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്ത് പ്രചരണം നടത്തുന്നുണ്ട്. ഉപതിരഞ്ഞെടുപ്പിന് ദേശീയ നേതാക്കൾ പ്രചരണം നടത്തുന്ന പതിവില്ല എന്ന് ബി.ജെ.പി. നേതാക്കൾ പറയുന്നു. വി. മുരളീധരൻ ഉൾപ്പെടെയുള്ളവരുടെ അസാന്നിധ്യത്തെക്കുറിച്ച് പക്ഷേ വ്യക്തമായ മറുപടി ഇവർക്കില്ല. കാടിളക്കിയുള്ള പ്രചരണമല്ല, കുടുംബയോഗങ്ങളും വീട് കയറിയുള്ള വോട്ടുറപ്പിക്കലുമാണ് പാർട്ടി ഊന്നൽ നൽകുന്നതെന്നും നേതാക്കൾ വിശദീകരിച്ചു. അതേസമയം വലിയ വിജയപ്രതീക്ഷയിലാണ് യു.ഡി.എഫ്. രാഹുൽ മാങ്കൂട്ടത്തിലിന് 8000 വരെ വോട്ടിന്റെ ഭൂരിപക്ഷമാണ് പ്രതീക്ഷിക്കുന്നത്. പി സരിന്റെ കളംമാറ്റവും സ്ഥാനാർത്ഥിത്വവും അണികളുടെ വാശി കൂട്ടിയെന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുന്നു. എന്നാൽ സരിൻ ഇടത് സ്ഥാനാർത്ഥിയായത് തങ്ങൾക്ക് നേട്ടമാകുമെന്ന് ബി.ജെ.പി. കരുതുന്നുണ്ട്. സരിൻ പിടിക്കുക യു.ഡി.എഫിന്റെ വോട്ടാകുമെന്നാണ് അവരുടെ വാദം. സന്ദീപ് വാര്യർ മറുകണ്ഠം ചാടിയതോടെ ഇത്തവണ എന്തു വില കൊടുത്തും ജയിക്കണമെന്ന തോന്നൽ ബി.ജെ.പി. പ്രവർത്തകരിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ബി.ജെ.പി. വിടാതെ സന്ദീപ് വാര്യർ വിമതനായി നിൽക്കുന്നതായിരുന്നു നല്ലതെന്ന് കരുതുന്ന കോൺഗ്രസ് നേതാക്കളും മണ്ഡലത്തിലുണ്ട്. ബി.ജെ.പിക്ക് സ്വാധീനമുള്ള നഗരസഭയിലെ ചില ഭാഗങ്ങളിൽ സന്ദീപിന് പിന്തുണയർപ്പിച്ച് പ്രത്യക്ഷപ്പെട്ട ഫ്ലക്സുകൾ ഇപ്പോൾ കാണാനില്ല. ഇത് ബി.ജെ.പിയിൽ വോട്ട് ഏകീകരണം വരുന്നു എന്ന സൂചനയാണ്. 4 സ്വതന്ത്രരുടെ സാന്നിധ്യമാണ് യു.ഡി.എഫിന് ആശങ്ക. ഇവർ വമ്പിച്ച പ്രചരണം നടത്തുന്നതിന് പിന്നിൽ ബി.ജെ.പിയുടെ പണമാണ് എന്ന് യു.ഡി.എഫ് ക്യാമ്പ് വിശ്വസിക്കുന്നുണ്ട്. കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും വോട്ടുകളിൽ പിളർപ്പുണ്ടാക്കാൻ ഈ 4 സ്വതന്ത്രർക്ക് കഴിയുമെന്ന് ബി.ജെ.പിയും വിലയിരുത്തുന്നുണ്ട്. അതേസമയം അസാധാരണമായ കെട്ടുറപ്പ് യു.ഡി.എഫ് ക്യാമ്പിലുണ്ട് എന്നത് ഇത്തവണ വ്യക്തമാണ്. വി.ഡി. സതീശനും ഷാഫി പറമ്പിലുമാണ് യു.ഡി.എഫിനു വേണ്ടി തന്ത്രങ്ങൾ മെനയുന്നത്. ഈ ശ്രീധരന്റെ വ്യക്തിപ്രഭാവം കൊണ്ട് 2021 ബി.ജെ.പിക്ക് ലഭിച്ച വോട്ട് ഇത്തവണ കൃഷ്ണകുമാറിന് കിട്ടില്ലെന്ന ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് നേതാക്കൾ. നഗരസഭയിൽ ബി.ജെ.പിയുടെ ഭൂരിപക്ഷം 2000-ൽ ഒതുക്കാൻ സാധിച്ച രാഹുൽ മാങ്കൂട്ടത്തിലിന് വിജയം ഉറപ്പാണെന്നും അവർ പറയുന്നുണ്ട്. മാത്തൂരും പിരായിരിയിലും യു.ഡി.എഫ് കൂടുതൽ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. കണ്ണാടിയിൽ ഇടതുപക്ഷത്തിന് മേൽക്കോയ്മ കിട്ടിയാലും അവിടെ ബി.ജെ.പിയെ 3ാം സ്ഥാനത്തേക്ക് തള്ളാൻ സാധിച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കുമെന്ന് കോൺഗ്രസ് ഉറച്ചു വിശ്വസിക്കുന്നു. വൻതോതിൽ പുതിയ വോട്ട് ചേർത്താൻ സാധിച്ചതും സന്ദീപ് വാര്യരെ സ്വന്തം പാളയത്തിലെത്തിക്കാനുള്ള രഹസ്യ ഓപ്പറേഷനും കോൺഗ്രസിൽ അസാധാരണമായ ഐക്യമുണ്ടെന്ന് വിളിച്ചോതുന്നുണ്ട്. അതേസമയം നാടും നഗരവും ഇളക്കിയ പ്രചരണത്തിന് ശേഷം പാലക്കാട് ഇന്ന് കൊട്ടിക്കലാശത്തിന്റെ തിരക്കിലാണ്. ഉപതിരഞ്ഞെടുപ്പുകളിൽ സംസ്ഥാനം അടുത്തെങ്ങും കാണാത്ത വാദപ്രതിവാദങ്ങൾക്കും വിവാദങ്ങൾക്കും നാടകീയ നീക്കങ്ങൾക്കും സാക്ഷ്യം വഹിച്ച പ്രചരണ നാളുകളാണ് കൊട്ടിക്കലാശത്തിലേക്ക് നീങ്ങുന്നത്. ഉച്ചയോടെ ആരംഭിക്കുന്ന 3 മുന്നണികളുടെയും റോഡ് ഷോ പാലക്കാട് സ്റ്റേഡിയം പരിസരത്ത് സമാപിക്കുന്ന രീതിയിലാണ് കൊട്ടിക്കലാശം ആസൂത്രണം ചെയ്തിരിക്കുന്നത്. യു.ഡി.എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ റോഡ് ഷോയ്ക്ക് ഉച്ചയ്ക്ക് 2 മണിയോടെ തുടക്കമാകും. ഒലവങ്കോട് നിന്നുമാണ് യു.ഡി.എഫ് റോഡ് ഷോ ആരംഭിക്കുന്നത്. വൈകിട്ട് 4-ന് CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നുമാണ് LDF സ്ഥാനാർത്ഥി പി സരിന്റെ റോഡ് ഷോ തുടങ്ങുന്നത്. ബി.ജെ.പി. സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിന്റെ റോഡ് ഷോ മേലാമുറി ജംഗ്ഷനിൽ നിന്നും ആരംഭിക്കും. വീറും വാശിയും അത്രയേറെ ഏറി നിൽക്കുന്നതിനാൽ അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ പോലീസ് ഇന്ന് നഗരത്തിൽ കൂടുതൽ സുരക്ഷാ സന്നാഹങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. 3 മുന്നണികളും തികഞ്ഞ വിജയപ്രതീക്ഷ വെച്ച് പുലർത്തുന്ന മണ്ഡലം പ്രചരണത്തിൽ ശക്തമായ ത്രികോണ മത്സരത്തിന്റെ പ്രതീതിയാണ് പുലർത്തിയത്. പ്രചരണത്തിന്റെ ചൂട് വോട്ടെടുപ്പിൽ തട്ടിയോ എന്നറിയാൻ 23 വരെ കാത്തിരിക്കണം.